ബിഗ് ബോസ് എന്നത് കേവലം ഗെയിം ഷോയാണോ അല്ലെങ്കിൽ അതൊരു റിയാലിറ്റി ഷോയാണോ എന്ന് പ്രേക്ഷകരോട് ചോദിച്ചാൽ പ്രേക്ഷകർ എന്ത് മറുപടിയായിരിക്കും പറയുക? എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ പറയാൻ പോകുന്ന മറുപടി ബിഗ് ബോസ് എന്നത് കേവലം ഒരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഒരു ഗെയിം ഷോ മാത്രമല്ല. അത് നമ്മുടെ സമൂഹത്തിൻ്റെ റിഫ്ലക്ഷനാണ്. ലാലേട്ടൻ തന്നെ പല സന്ദർഭങ്ങളിലായിട്ട് പല സമയത്ത് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ഒരു സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ് ബിഗ് ബോസ് എന്ന ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, ഇത്രയും വലിയ ഷോ എന്നുള്ളത്. എന്നാൽ ഇന്നലെ വൈകിട്ടത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തായി നമ്മൾ കാണുന്ന ചില കാഴ്ചകളുണ്ടായിരുന്നു. ആദിലയും നൂറയും പരസ്പരം മാറിയിരുന്നുകൊണ്ട് വല്ലാതങ്ങ് വിഷമിക്കുകയാണ്. പരസ്പരം ആശ്വസിപ്പിക്കുന്നുണ്ട്, പരസ്പരം കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാതെ വിഷമിച്ചുകൊണ്ട് അവർ ഇടയ്ക്കിടെ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ സെക്ഷുവാലിറ്റി തുറന്ന് പറഞ്ഞത് ഇത്രയും വലിയൊരു അപരാധമാണോ എന്നുള്ളത്. അതിൽ ആദില പറഞ്ഞ ഒരു വാചകം അതെന്നെ വല്ലാതങ്ങ് എൻ്റെ നെഞ്ചിൽ തൊട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ സ്വന്തം വാപ്പാക്കും ഉമ്മാക്കും വരെ നമ്മളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, പിന്നെ മറ്റുള്ളവർ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളത്. അവരിത് പറയുമ്പോൾ അവരുടെ തൊണ്ട ഇടറിക്കൊണ്ട് വല്ലാതെ വീർപ്പ് മുട്ടിക്കൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. സത്യത്തിൽ ആ രണ്ട് പെൺകുട്ടികൾ അവിടെ ഇരുന്ന് അത്രയധികം വിഷമിക്കുമ്പോഴും അത്രയധികം കരയുമ്പോഴും എൻ്റെ നെഞ്ചൊന്നു പിടഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയം ഇത്രയധികം വൈകിട്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതും. ആദ്യം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ വൈകിട്ടത്തെ എപ്പിസോഡിൽ നമ്മുടെ അക്ബറിൻ്റെ ഉമ്മ കൺഫെഷൻ റൂമിൽ വെച്ച് അക്ബറിനോട് സംസാരിക്കുകയുണ്ടായി. ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞ പല വാക്കുകളും ആദിലെയും നൂറയെയും വല്ലാതെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ആദിലെയും നൂറയെയും ബാധിക്കുന്നത്? കാരണം ബിഗ് ബോസ് എന്നതൊരു അൺപ്രഡിക്റ്റബിൾ ഷോയാണ്. ഒരുപക്ഷേ ഈ ഒരു വിഷയത്തിൽ ബിഗ് ബോസിൻ്റെ ഗെയിം കളിച്ചതാണോ എന്താണ് എന്നുള്ളത് അറിയില്ല. എങ്കിലും നമ്മൾ കാണാത്ത പല അദൃശ്യമായ ദൃശ്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു കൺഫെഷൻ റൂമിൻ്റെ ആ ഒരു വിഷ്വലിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തായി അക്ബറിൻ്റെ ഉമ്മ അക്ബറിനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ആരും കേട്ടിട്ടില്ല. അത് ആദിലയും നൂറയും അവരുടെ സംഭാഷണത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതായത് അക്ബറിൻ്റെ ഉമ്മ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ അക്ബർ ആദിലയോടും നൂറയോടും ഒരുപാട് സഹകരിക്കരുത്, ഒരുപാട് സംസാരിക്കരുത് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് ആ ഉമ്മ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. കാരണം അവരൊക്കെ ഒരുപക്ഷെ പഴയ കാലത്തെ ചിന്താഗതിയുമായി നടക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് ഇന്നത്തെ ഈ ഒരു ലെസ്ബിയൻ കപ്പിൾസിനോടോ അല്ലെങ്കിൽ LGBTQ അത്തരത്തിലുള്ള കൺസെപ്റ്റിനോടൊന്നും ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കില്ല. എങ്കിലും എനിക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യണമായിരുന്നു. അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്യണമായിരുന്നു. എല്ലാ കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്താൽ എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് ബിഗ് ബോസിന് തന്നെ നല്ല ധാരണയുണ്ട്. കാരണം അക്ബറിൻ്റെ ഉമ്മയെയും അക്ബറിൻ്റെ കുടുംബത്തെ മുഴുവനും അക്ബറിൻ്റെ 14 തലമുറയെയും പ്രേക്ഷകർ അങ്ങ് ഏറ്റെടുക്കും എന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അക്ബറിന് അത്തരത്തിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറിൻ്റെ ഉമ്മയുടെ ആ ഒരു സംഭാഷണം നമുക്ക് മുൻപിലേക്ക് എത്തിക്കാതിരുന്നത്. എന്നാൽ എന്തുകൊണ്ട് ആദിലയും നൂറയും സംസാരിക്കുന്ന ഇക്കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചു? അങ്ങനെ അക്ബറിൻ്റെ ഉമ്മ പറയുന്ന കാര്യങ്ങൾ മ്യൂട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ആദിലയും നൂറയും പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ടെലികാസ്റ്റ് ചെയ്യരുതായിരുന്നു. ഇതെന്തുകൊണ്ട് അക്ബറിനൊരു വശമാണ്, ആദിലയ്ക്കും നൂറയ്ക്കും ഒരു വശമാണ് എന്ന് പറയുന്നതിനോട് പ്രേക്ഷകർക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കുകയില്ല. മറ്റൊന്ന്, ഇത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ സീസൺ 7 ആണ്. അപ്പോൾ ഈ ഒരു സീസണിലൂടെ ഒരുപാട് സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കൽ മാത്രമേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്നാലും ആദില, നൂറ ഈ രണ്ട് വ്യക്തികളോടും എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, മാനുഷിക പരിഗണന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഹ്യൂമാനിറ്റി എന്നൊരു പദം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയെ എങ്ങനെ സഹായിക്കണം, ആ ഒരു വ്യക്തിയെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത് വ്യക്തമായി അറിയുന്ന രണ്ട് വ്യക്തികളാണ് ആദിലയും നൂറയും. അവരുടെ ഗെയിമോ അവരുടെ ടാസ്കുകൾ അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്കിലും പച്ചയായ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് മനുഷ്യ ജീവനുകളാണ് ആദിലയും നൂറയും. അവരെന്ത് അപരാധമാണ് ചെയ്തത്? അവരുടെ ദൈവം സൃഷ്ടിച്ചതാണല്ലോ നമ്മളെല്ലാവരെയും ഈ ഭൂമിയിലോട്ട്.
അങ്ങനെ അവരെയും ദൈവം സൃഷ്ടിക്കുന്നു. പക്ഷെ അവർ ലെസ്ബിയൻ കപ്പിൾസായാണ് അവരുടെ ഭാവി ജീവിതം തുടങ്ങുന്നത്. അങ്ങനെ അവരുടെ സ്വന്തം ജീവിതം ഇതൊരു ഇന്ത്യ മഹാരാജ്യത്താണ് ജീവിക്കുന്നത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ സെക്ഷുവാലിറ്റിക്ക് അനുസരിച്ച് അവർക്ക് ജീവിക്കാനുള്ള അവകാശവും അധികാരവും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഏത് വ്യക്തിക്കാണ് അത് ചോദ്യം ചെയ്യാനുള്ള അർഹതയുള്ളത്, അല്ലെങ്കിൽ ഏത് വ്യക്തിക്കാണ് അവരോട് കൂട്ടുകൂടരുത്, അവരോട് മിണ്ടരുത് എന്ന് പറയാനുള്ള അധികാരവും അവകാശവും ഉള്ളത്? സത്യത്തിൽ ഇവരും നമ്മളെപ്പോലെ മനുഷ്യന്മാരാണ്. ഒരുപക്ഷെ നമ്മളെപ്പോലെയൊക്കെയുള്ള സാധാരണ മനുഷ്യർ തന്നെയാണ് ഈ പറഞ്ഞ ആദിലയും നൂറയും എല്ലാം. അല്ലാതെ അവർക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകതയെന്നോ അവരോട് സംസാരിക്കുമ്പോൾ അറപ്പ്, അല്ലെങ്കിൽ അവരുടെ അടുത്തുകൂടെ പോകുന്ന സമയത്ത് അറപ്പായി എനിക്ക് എന്ന് പറയുന്നതൊക്കെ അവർ ചില ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ അവരും നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ തന്നെ, ഒരുപക്ഷെ മനുഷ്യന്മാർ തന്നെ ആയിരിക്കും. ഒരുപക്ഷെ അക്ബറിൻ്റെ ഉമ്മ പണ്ടത്തെ ആ ഒരു ചിന്താഗതിയുമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അവർക്ക് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രസീവ് ചിന്താഗതിയിലുള്ള തോട്ട്സിനോടൊന്നും ഒരിക്കലും ഡൈജസ്റ്റബിൾ ആവില്ല. എങ്കിലും ഈ ഒരു ഷോയിലൂടെ അത്തരത്തിലൊരു മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. കാരണം മനുഷ്യനെ മനുഷ്യനായി കാണാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ, ആദിലയും നൂറയും പോലെ ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അത്തരത്തിലുള്ള പെൺകുട്ടികളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ആദില, നൂറ എന്നീ കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുന്നത്. സോ അവർക്ക് അത്രയധികം പിന്തുണ നൽകുക എന്നുള്ളതാണ് പ്രേക്ഷകരായി നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് പറയുന്നത്. എനിക്ക് ആദിലയോടും നൂറയോടും പറയാനുള്ള ഒരൊറ്റ കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ആദിലയും നൂറയും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഒരുപക്ഷെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതാരാണ് എന്നുള്ളത് അറിയുകയുള്ളൂ. എന്നാൽ ഇന്ന് വലിയൊരു വിഭാഗം പ്രേക്ഷക ജനങ്ങളും ആദിലയോടും നൂറയുടെയും കൂടെ ഉണ്ട് എന്നുള്ളൊരു ഐക്യദാർഢ്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇവരുടെ ഈ ഒരു സംഭാഷണത്തിനിടയിൽ ആദിലയും നൂറയും പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞ അതിനുശേഷം, ആ ഒരു സംഭാഷണത്തിന് ശേഷം അക്ബർ അത്രയ്ക്കൊന്നും ഇവരോട് മൈൻഡ് ചെയ്യുന്നില്ല, ഇവരിൽ നിന്ന് മാറി മാറി പോകുന്നതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അക്ബർ എന്നുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ ഈ സീസൺ 7 എത്തി ഇത്രയധികം സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ വാതോരാതെ പറയുന്ന ഈ ഒരു ഷോയിൽ ഈ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെ ഇത്തരത്തിലൊരു പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെയുള്ള ചിന്താഗതിയുമായി നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളെന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. കാരണം ആദിലയും നൂറയോടും സംസാരിക്കരുത്, അല്ലെങ്കിൽ അവരോട് ഒരുപാട് സഹകരിക്കരുത് എന്ന് അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും ഇനി അവരോട് പഴയ രീതിയിലുള്ള അത്രയ്ക്ക് അങ്ങോട്ട് കൂട്ടുണ്ടാവില്ല. എന്നാലും ഒരുപക്ഷെ അക്ബറിന് തൻ്റെ ഉമ്മയടക്കമുള്ള ഒരുപാട് ആളുകളുടെ ചിന്താഗതിയെയും കാഴ്ചപ്പാടുകളെയും മാറ്റിമറിക്കാൻ സാധിക്കും. കാരണം അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അത്രയും വലിയൊരു ഷോയുടെ വാതിലാണ് ഇവർക്ക് മുൻപിൽ തുറന്നു കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോക്സിക്കായ ഇത്തരത്തിലുള്ള ചിന്താഗതിയും, അല്ലെങ്കിൽ ഇടുങ്ങിയ ഈ ഒരു ചിന്താഗതിയുമായിട്ടാണോ അക്ബർ മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇവരുടെ ഈ ഒരു കാഴ്ചപ്പാടുകളൊക്കെ മാറ്റിമറിക്കുന്ന, അല്ലെങ്കിൽ അക്ബറിൻ്റെ ഉമ്മയടക്കമുള്ള ഒരുപാട് ആളുകളുടെ ചിന്താഗതിയും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയും എല്ലാം മാറ്റിമറിക്കുന്ന ഒരു ഷോയായി തന്നെ ബിഗ് ബോസ് തുടരും. അതിനുള്ള ഒരുപാട് അവസരങ്ങൾ ബിഗ് ബോസ് തന്നെ ഒരുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആദിലയോടും നൂറയോടും എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രേക്ഷകർ നിങ്ങളുടെ കൂടെയുണ്ട്, ഒരുപാട് പ്രേക്ഷക ജനങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ ആരുടെ പിന്തുണയാണ് നിങ്ങൾക്ക് വേണ്ടത്? പതിയെ വീട്ടുകാർ അതിലേക്ക് നൂറയ്ക്കും സപ്പോർട്ടുമായിട്ട് രംഗത്ത് വരും. കാരണം അവർക്കതൊന്ന് അക്സെപ്റ്റബിൾ ആവാൻ തന്നെ കുറച്ച് സമയമെടുക്കും. നമ്മൾ തന്നെ മുൻപുള്ള ഒരു സീസണിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന നാദിറ മെഹറിൻ, നാദിറ വീട്ടിലെത്തിയതിന് ശേഷം നാദിറയുടെ വീട്ടുകാർ നാദിറയെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അംഗീകരിക്കുന്നത്, മോളായിട്ട് അംഗീകരിക്കുന്നത് ബിഗ് ബോസ് ഷോയിൽ വെച്ചുകൊണ്ടാണ്. അതുപോലൊരു ചരിത്ര നിമിഷം തന്നെ ആയിരിക്കും ആദിലയുടെയും നൂറയുടെയും ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നത്.